കടവല്ലൂർ പഞ്ചായത്തിലെ ആലംകൂട്ടി നവീകരിച്ച കൊള്ളഞ്ചേരി തോടിന്റെ ഇരുകരകളിലും പൂക്കൈതകൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. 3 ജില്ലകളുടെ അതിർത്തിയിലെ 3 കിലോമീറ്റർ ദൂരത്തിലുള്ള കടവല്ലൂർ, കൊള്ളഞ്ചേരി, അടിമനത്താഴം, കപ്പൂർ, കുളത്താനിത്താഴം, കണ്ടംകുളം, കാക്കശ്ശേരി, കോതമംഗലം എന്നീ പാടശേഖരങ്ങളിലെ 1500 ഏക്കർ നെൽകൃഷിക്കാരുടെ പതിറ്റാണ്ടായുള്ള ആവശ്യത്തിന് പരിഹാരമായാണ് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് കൊള്ളഞ്ചേരി തോട് നവീകരിച്ചത്. തോടിന്റെ ഇരുവശവും 3 കിലോമീറ്റർ ദൂരം കൈത വെച്ചുപിടിപ്പിച്ചു. തോട്ടുവരമ്പ് ഇടിയാതിരിക്കുവാനുള്ള പദ്ധതിയാണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബാലാജി നിർവഹിച്ചു. തോട്ടുവരമ്പ് സംരക്ഷണത്തിന് കയർ ഭൂവസ്ത്രവും കോൺക്രീറ്റ് ഭിത്തികളും ചെയ്യുന്നത് ശാശ്വതമായ പരിഹാരമല്ലെന്ന് പഴയ കൃഷി രീതികൾ തന്നെയാണ് ഉത്തമമെന്നും ബാലാജി പറഞ്ഞു. കൈത വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ തോടിന്റെ സംരക്ഷണത്തിനോടൊപ്പം നിരവധി ജീവജാലങ്ങൾക്ക് ആവാസ കേന്ദ്രം കൂടിയാണ് ഉണ്ടാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ അധ്യക്ഷനായി. കഥകളി ആചാര്യൻ പീശപ്പള്ളി രാജീവൻ മുഖ്യാതിഥിയായിരുന്നു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ, CITU ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് MN മുരളീധരൻ, CPIM കടവല്ലൂർ നോർത്ത് മേഖല സെക്രട്ടറി അജിത് കുമാർ, കർഷക സംഘം നോർത്ത് മേഖല പ്രസിഡന്റ് പ്രഭാത് മുല്ലപ്പള്ളി, സെക്രട്ടറി മുഹമ്മദ് ഹനീഫ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ള കർഷകർ ഉപഹാരം നൽകി ആദരിച്ചു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നും അനുവദിച്ച 40 ലക്ഷം രൂപയിൽ 15 ലക്ഷം രൂപ വിനിയോഗിച്ച് തടയണ, ചീർപ്പ്, മോട്ടോർ പുര, വൈദ്യുതി, മോട്ടോർ, തോട് നവീകരണം എന്നിങ്ങനെയുള്ള 1ാം ഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് ഭിത്തി, കരിങ്കൽക്കെട്ട് എന്നിവയെല്ലാം പരാജയപ്പെടും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഴമക്കാർ ചെയ്തു വന്നിരുന്ന പ്രകൃതിക്ക് അനുയോജ്യമായ മണ്ണൊലിപ്പ് തടഞ്ഞ് ജലം ശുദ്ധീകരിക്കുകയും പ്രകൃതിക്കിണങ്ങുന്ന വിധം സസ്യജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ തിരിച്ചുപിടിക്കുവാനും വേണ്ടിയാണ് തോടിൻ്റെ ഇരുവശങ്ങളിലും കൈത വെച്ചുപിടിപ്പിക്കുന്നത്. മണ്ണിനോട് പൊരുതുന്ന കർഷകർക്ക് പദ്ധതി ആഹ്ലാദം പകർന്നു. ആരെയും ചെയ്യുമെന്ന് പറയാൻ പോകുന്നില്ല. ആധുനിക കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഉത്തരവാദി. കൈത മുഴുവൻ വെട്ടി നമ്മൾ തന്നെയാണ്. ഇതെല്ലാം വെട്ടിക്കളഞ്ഞ നമ്മളാ. കോൺക്രീറ്റ് കൊടുന്നു നമ്മളാ. കരിങ്കൽ പാക്കിങ് കൊടുന്നു നമ്മളാ. പക്ഷേ ബോധ്യമായി തിരുത്തുക എന്നുള്ളതാണ്. ബോധ്യമായാൽ തിരുത്തുക എന്നുള്ളതാണ്. പഴയ കാലത്ത് സമൃദ്ധമായിരുന്ന തോടിൻ്റെ 2 വശവും കൈത നിറഞ്ഞു നിന്നിരുന്നു. ഈ കൈത ആഴത്തിലിറങ്ങി മണ്ണിടിച്ചിൽ തടയും, മണ്ണൊലിപ്പ് തടയും. അതിൻ്റെ അപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ച നിരവധിയാർന്ന പക്ഷികളുടെയും മീനുകളുടെയും എല്ലാം ആവാസ കേന്ദ്രങ്ങളാണ് ഈ കൈതയുടെ അടിയിലൊക്കെ തന്നെ. കൈതത്തോടുന്ന ആവാസ കേന്ദ്രങ്ങളാണ്. ഏത് വേനലിലും അവിടെ വെള്ളമില്ലെങ്കിലും ഒരു തണുപ്പുണ്ടാവും. അതെല്ലാം നമ്മളായിട്ട് കളഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ആശയം സതീശൻ വെച്ചപ്പോൾ വലിയ പങ്ക് സതീശനകത്തുണ്ട്. സതീശൻ ബിരുദാരിയാണ്, വലിയ യോഗ്യതകളാണ്, ജോലിക്കൊന്നും പോയില്ല. ആദ്യം കളിയാക്കിയെങ്കിൽ ഇപ്പോൾ സതീശനെ കളിയാക്കല്ലേ എന്ന് സതീശനെ ബുദ്ധിയിലേക്ക് പോണേ. 100 ഏക്കർ ഭൂമിയാണ് വിവിധ സ്ഥലങ്ങളിൽ നെൽകൃഷി ചെയ്ത് അദ്ദേഹം നല്ല വരുമാനം ഉണ്ടാക്കുന്നത്. ഇവിടെ വലിയ പങ്ക് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അദ്ദേഹമാണ് പറഞ്ഞത്, ഇങ്ങനൊരു പരിപാടി ചെയ്താലോ, കൈത വെച്ച് പിടിപ്പിച്ച് ഈ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തിയാലോ ചോദിച്ചപ്പോൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ചു. പ്രതിസന്ധിയുടെ കൈതൊക്കെ കളഞ്ഞില്ല, വെട്ടി കളഞ്ഞില്ല. വിളി സതീശൻ എവിടെയോ പോയി കുറെ കൈതത്തൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ചെയ്യുന്ന പണി ഇപ്പം കർഷക സംഘം ഏറ്റെടുത്തിട്ടുള്ള, കൃഷിക്കാരെ കൂട്ടായ്മ ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തി നിരവധി ഇതേപോലെയുള്ള മേഖലകളിൽ മാതൃകയാക്കേണ്ട ഒരു പണിയില്ലല്ലോ. ഇനി രണ്ടാമത് ഇടിഞ്ഞു പോയി പാക്ക് ചെയ്യുക, അല്ലെങ്കിൽ സിമെന്റ് ഇടുക, കോൺക്രീറ്റ് ചെയ്യുക, ഭൂവസ്ത്രം പോയി അതിന് പകരം ഒന്നുമില്ല. ഇത് മനുഷ്യരാശി നിലനിൽക്കും. നമ്മൾ വെട്ടിക്കളയുന്നവർ തുടക്കും, വെട്ടിക്കളയുന്നവർ നിൽക്കും. അതിൻ്റെ സേവനം അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു പുതിയ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത് വലിയ പ്രാധാന്യമുള്ളതാണ്. നിരവധി ആളുകൾക്ക് ഇത് മാതൃകയാക്കാവുന്നതാണ്. പാടത്തെ ഈ തോടിടിച്ചിലിനും അതുപോലെ തന്നെ മണ്ണൊലിപ്പിനുമെല്ലാം ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുന്ന ആ പഴമയിലേക്ക് തിരിച്ചുപോക്ക് തന്നെയാണ്. ഒരു പുതിയ പരിപാടി അല്ല ഇത്. അപ്പോൾ അത് സംഘടിപ്പിച്ച ഇവിടുത്തെ കർഷക കൂട്ടായ്മയുണ്ട്, നല്ല കർഷകരാണ്. ആ കർഷക കൂട്ടായ്മയെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് അഭിമാനപൂർവ്വം പറയുകയാണ്. അപ്പോൾ
ഒരു കാലത്ത് നല്ല കർഷകരായിരുന്നു നല്ല കഥകളിക്കാർ. അവൻ വർഷക്കാലത്ത് കന്നുകൂട്ടുകയും വരമ്പ് കളയ്ക്കുകയും വരമ്പ് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾ തന്നെ വേനൽക്കാലത്ത് കീചകനായും നളനായും രാവണനായും രാത്രിയിൽ 2-ാം യാമത്തിൽ തകർത്താടുകയും ചെയ്തിരുന്നു. അപ്പോൾ കൃഷിയും കഥകളിയും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. അതുകൊണ്ട് കൃഷിക്കാരൻ്റെ വേദന ഒരു കഥകളിക്കാരന് കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് ആമുഖമായിട്ട് പറയുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നമ്മൾ ഈ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് കുട്ടിക്കാലത്ത് പഠിക്കുന്ന കാലത്ത് ഭക്ഷ്യശൃംഖല എന്നൊരു ചിത്രം വരപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൽ എവിടെയും മനുഷ്യനില്ല. ഈ ചിത്രത്തിൽ മനുഷ്യൻ്റെ ചിത്രമില്ല. അപ്പോൾ ടീച്ചറോട് നമ്മൾ സംശയം ചോദിച്ചു, ഇതിൽ മനുഷ്യൻ ഇതിനെല്ലാം തിന്നണ ആളോ നമ്മളെന്ന് ടീച്ചർ പറഞ്ഞതെന്നാണ്. അപ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവികളെയും നശിപ്പിക്കാനുള്ളൊരു ജീവിയായി മനുഷ്യൻ മാറി എന്നുള്ള തിരിച്ചറിവിൽ മനുഷ്യൻ എത്തിയത് കൊണ്ടാണ് ഒരു പക്ഷേ പഴയതെന്ന് നമുക്ക് പുച്ഛിക്കാൻ തോന്നിയിരുന്ന ഒരു കാര്യങ്ങളെ തിരിച്ചു പിടിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് ഞാനുൾപ്പെടുന്ന ഈ സമൂഹം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ അത്യധികമായ സന്തോഷമുണ്ട്. അത് എൻ്റെ നാട്ടിൽ കൂടി അത് നടപ്പിലാക്കുന്നു എന്നതിൽ അതിലേറെ സന്തോഷമുണ്ട്. കൈതയുടെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. കൈത ആ മണ്ണിൽ വേരൂന്നിയിട്ടാണ് നിൽക്കുക. വേരൂന്നി നിൽക്കുമ്പോഴും അതിനെ നിങ്ങൾ എത്ര വെട്ടിക്കളഞ്ഞാലും അല്ലെങ്കിൽ എത്ര അതിൻ്റെ ഓലയൊക്കെ പറിച്ചെടുത്താലും അത് പിന്നെ അവിടെ നിൽക്കും. അതുപോലെ തന്നെയാണ് ഈ കർഷകരും. അവർ മണ്ണിൽ ഉറപ്പിച്ച കാല് എന്നിട്ട് ശരീരം ഉലയും, അതായത് നല്ലോണം ഉലഞ്ഞാടും. കാറ്റത്ത് ആടുന്ന പോലെ അവർ ഉലഞ്ഞാടും. അതുപോലെ തന്നെയാണ് കഥകളിക്കാരും. അവനും മണ്ണിൽ കാലുറപ്പിച്ച് തെങ്ങ് പോലെ അല്ലെങ്കിൽ കൈത പോലെ മണ്ണിൽ കാലുറപ്പിച്ച് നിന്ന് ശരീരം കൊണ്ട് ഉലഞ്ഞാടി ലോകത്തിന് മുഴുവൻ കാറ്റും വെളിച്ചവും ആനന്ദം നൽകുകയാണ് കർഷകരും കഥകളിക്കാരും എന്നുള്ളതുകൊണ്ട് ഏതായാലും ഇവിടെ വരാൻ സാധിച്ചിട്ടുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ തുടക്കം ഇത് കേരളത്തിൽ മൊത്തം വ്യാപിക്കുകയും നേരത്തെ ബാലാജിയേട്ടൻ പറഞ്ഞ പോലെ കയർ ഭൂവസ്ത്രം എന്നുള്ളത് കയർ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയ പരിപാടിയാണെങ്കിലും അത് ശാശ്വതമായ പരിഹാരമല്ല തിരിച്ചറിവ് ഈ കൈത പോലുള്ള പ്രകൃതിദത്തമായ നമ്മുടെ പൂർവികർ കണ്ടെത്തിയ മാർഗ്ഗങ്ങളെ അവലംബിച്ചുകൊണ്ട് ജലസംരക്ഷണവും കൃഷി സംരക്ഷണവും കേരളത്തിൻ്റെ മൊത്തം അജണ്ടയായി മാറുന്ന ഒരു വലിയ കാലത്തേക്ക്, ഒരു സുന്ദര കാലത്തേക്ക് നമ്മൾ തുടക്കം കുറിച്ചു എന്ന അഭിമാനം നമുക്ക് ഉള്ളതാണ് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ കർഷക കൂട്ടായ്മയ്ക്ക് നമുക്ക് എപ്പോഴും ഗവൺമെൻറ് ഏജൻസികളെ ആശ്രയിച്ച് എല്ലാ പരിപാടികളും നടത്താൻ പറ്റില്ല. അതുകൊണ്ട് നോൺ ഗവൺമെൻറ്റലായ ഏജൻസികൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഭാഗ്യമാണ്. ഏതായാലും ഇവിടെ വരാൻ സാധിച്ചതിൽ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു.